ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുലൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ദോശയും അതുപോലെ തന്നെ നല്ലൊരു സ്പെഷ്യൽ ഡ്രിങ്ക്സും ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? രാവിലെ ചായ വെച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഗ്യാസ് നമുക്ക് 8ൻ്റെ പണി തന്നായിരുന്നു. കാരണം ഗ്യാസ് തീർന്നു. പിന്നെ പുതിയ സിലിണ്ടർ ആണെങ്കിൽ നമുക്ക് വരണത്ര. എന്നിട്ട് മുമ്പത്തെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഗ്യാസ് വാങ്ങി ഫിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ വാഷർ കംപ്ലൈൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുള്ളായിട്ട് ഇൻഡക്ഷൻ കുക്കറിലായിരുന്നു കുക്കിങ്. ഇതാണെങ്കിൽ തലേ ദിവസം ഈ അശ്വക്ക് വരുമ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് കഴുകിയിട്ട് എടുത്തു വെക്കൽ. രാത്രി വരുമ്പം കൊണ്ടുവരുന്നതാണ്. അപ്പം അതൊന്ന് ഞാൻ എല്ലാം പച്ചക്കറിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു അരമണിക്കൂർ ഞാൻ വെക്കും. കാരണം അതിൽ വിഷമെല്ലാം ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്, എന്നാലും എത്ര കഴുകിയാലും പോവില്ല, എന്നാലും നമ്മൾ കുറച്ച് സേഫ്റ്റി നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പച്ചക്കറിയും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പയറും വെണ്ടയ്ക്കും വെള്ളരിക്കും തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഒരു അരമണിക്കൂർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പടവലയാണ്. അപ്പോൾ ഇതതിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് അത് കഴുകിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഉള്ളീൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളീൻ്റെ കൂടെ തന്നെ ഞാൻ തക്കാളി ഉണ്ടായിട്ടുണ്ടായത്. അത് ഞാൻ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പച്ചക്കറിയെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. 5 ചെല്ലും കൂടി ഞാൻ അരമണിക്കൂർ അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊരു അരിപ്പപ്പാത്രത്തിലേക്ക് മാറ്റാൻ പോവേന്ന്. അപ്പം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊക്കെ കഴുകി അരിപ്പപ്പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഓരോരോ പച്ചക്കറി ഓരോരോ കൊട്ടയിലേക്ക് ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കൽ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൽ തന്നെ കക്കിരിക്കയും വെള്ളരിക്കയെല്ലാം ഒരു കൊട്ടയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി മാത്രം വേറൊരു കൊട്ടയിലിട്ട് വെച്ചിട്ട്, അങ്ങനെ ഓരോരോ ഐറ്റംസ് ഓരോരോ കൊട്ടയിലാണ് ഞാൻ ഇട്ട് വെക്കൽ എപ്പോഴും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഏതാ വേണ്ടതെന്ന് വിചാരിച്ചാൽ അത് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്ന് പടവല ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഉച്ചക്ക് വറുക്കാനും മറ്റും ബാക്കിയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. മുട്ടേൻ്റെ ട്രേയിൽ വെച്ചു. അതുപോലെ തന്നെ പഴം ഉണ്ടായിരുന്നു, പഴം വെക്കുന്ന ട്രേയിലും വെച്ചു. അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓരോരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് മൊത്തമായിട്ടൊന്ന് തുടച്ച് വെച്ചു. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ദോശ. സംഭവം ഈ തലേ ദിവസം ചുട്ട ഇഡ്ഡലീൻ്റെ മാവും അതുപോലെ തന്നെ തലേന്ന് രാത്രി ചുട്ട അരിദോശേൻ്റെ മാവും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കുറച്ച് ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു അത് കളയണ്ടല്ല വിചാരിച്ച് രണ്ടും കൂടി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് എന്താ പറയുക, നമ്മുടെ തരിയില്ലേ അതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ആദ്യം തന്നെ ഞാൻ ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇത് 1/4 കപ്പ് പോലെ തരിയും പിന്നെ അതുപോലെ ഒരു സ്പൂണ് പോലെ തരിയാണ് ഞാൻ എക്സ്ട്രാ ഇതിലേക്ക് ചേർത്തത്. അപ്പം ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പിലും അതുപോലെ തന്നെ
ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു കുഞ്ഞി ഉള്ളിയും ഞാൻ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം വലിയ ഉള്ളിയൊന്നും എടുത്തിട്ടില്ല, ഒരു ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ ഈ ഉപ്പ് രണ്ടിലും ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ട് വെച്ച മാവാണ്, പക്ഷെ എന്നാലും നമ്മൾ തരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ആ ഉപ്പും കൂടി ഞാൻ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഒരു പിഞ്ച് നമ്മുടെ അപ്പക്കാരമില്ലേ സോഡാപ്പൊടി അത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം ഞാനിതൊരു 10 മിനിറ്റ് ഞാനവിടെ പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ദോശയായിട്ട് ചുട്ടിട്ടുള്ളത്. അപ്പം ഞാനതൊരു പാനിലേക്ക് ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ ഗ്യാസ് പണി തന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇന്ന് മൊത്തം ഞാനിതാ കരണ്ടടുപ്പത്താണ് ഞാൻ കുക്കിംഗ് ഫുള്ള് നടത്തിയത്. അപ്പോൾ ചോറ് ഞാൻ സാധാരണ നമ്മളെ വിറകടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയെല്ലാം മൊത്തം ഞാൻ ഈ ഒരു കരണ്ടടുപ്പത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്, ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു പാത്രം മാത്രമേ ഇതിലേക്ക് എടുക്കുന്നില്ല, എനിക്ക് പാനായിട്ട് വേറൊരു പാനും ഇതിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചുട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനതൊന്ന് മൂടി വെച്ച് കൊടുത്തു. പോരാട്ടാണെങ്കിൽ എൻ്റെ ഈ ഒരു കരണ്ടടുപ്പാണെങ്കിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ പറ്റുന്നില്ല. അപ്പം അതൊരു വല്ലാത്തൊരു പണിയായിപ്പോയി എനിക്ക് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഞാനത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു സൈഡ് അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാനൊരു മിനിറ്റ് വരെ പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലെ ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. അങ്ങനെ നെയ്യ് തടവിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ദോശ നമ്മുടെ പാനിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ ബാക്കിയിലെ എല്ലാ മാവും ദോശ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനതൊരു പ്ലേറ്റിൽ ഇങ്ങനെ ചട്നി വെച്ചു. അതിന് ശേഷം നമ്മുടെ ദോശ ഇതാ നല്ല സോഫ്റ്റായിട്ട് ദോശയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ഊത്തപ്പം പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ആശ്രക്കാർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ പിന്നെ ഉച്ചക്കത്തെ ചോറിന് കറി വെക്കാൻ പോവേന്ന്. അതും ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഞാൻ കറി വെക്കുന്നത്. സാധാരണ നമ്മൾ അലുമിനിയ ചട്ടിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലൊക്കെ അല്ലേ കറി വെക്കല്ലേ. അപ്പോൾ എനിക്ക് വേറൊരു പാത്രം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്നും ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ എടുക്കാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കറി വെക്കുന്നത്. അപ്പം കറി സാധാരണ എണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക്, കുറച്ച് ഉലുവ, പിന്നെ വെളുത്തുള്ളി, ഉള്ളി, തക്കാളി അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെ കറിക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കറി വെക്കുന്നത് നമ്മുടെ നങ്കാണ്. അപ്പോൾ ചില സ്ഥലത്ത് അത് മാന്തൽ എന്ന് പറയും, നമ്മളിവിടെ നങ്ക് എന്നാണ് പറയല കേട്ടോ. അതെന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് കുറച്ച് തേങ്ങയും കുറച്ച് മുളകും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കറി വെക്കുന്നത്. ഫുള്ളായിട്ട് മുളക് ഇട്ടിട്ടില്ല, അതുപോലെ ഒരുപാട് തേങ്ങ ഇട്ടിട്ടില്ല. ഒരു അരമുറി അത്രയും തേങ്ങ എടുത്തില്ല, അതിനെക്കാട്ടി കുറച്ച് തേങ്ങയും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പോലെ മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു കറി വെക്കുന്നത്. അപ്പോൾ നമ്മളെ കറി അധികം എരിവൊന്നും ഉണ്ടാവില്ല. അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ഞാൻ കുറച്ച് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം പുളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കറി ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ നങ്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നങ്ക് മാത്രം കറി വെച്ചു, ബാക്കി നങ്ക് ഞാൻ പൊരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു നങ്കിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പച്ചമുളക് ഇട്ടിട്ടില്ല, ഞാൻ ലാസ്റ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ കറി നല്ലൊരു ടേസ്റ്റ് കിട്ടും. പച്ചമുളകിൻ്റെ ആ ഒരു സ്മെല്ല് വേറെ തന്നെ നിൽക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറി. അതുപോലെ ഇതിലത്തേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറച്ച് കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് അങ്ങോട്ടേക്ക് മാറ്റി കൊടുത്തു. ഞാൻ ഈ ഒരു കരണ്ടടുപ്പ് ഓഫാക്കുന്നില്ല, കാരണം അടുത്തത് നമുക്ക് വറവ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് വറുക്കാനുള്ള പാത്രം ഞാൻ ഇൻഡക്ഷൻ കുക്കറിലേക്ക് മേലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ദോശ ചുട്ട അതേ പാനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വേറൊരു പാത്രം എനിക്ക് ഇതിലേക്ക് എടുക്കുന്നില്ല എന്ന്. അപ്പം അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ പോലെ കടുകും അതുപോലെ ഒരു കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ കുറച്ചൊരു ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഉള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വറുക്കുന്നത്
പടവലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പടവലം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ പടവലം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ആ എണ്ണയിൽ നിന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് വേവാൻ വേണ്ടി ഞാൻ ഒരു 1/4 കപ്പ് പോലെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, അത് പൊത്തിയിട്ട് ചെറിയ തീയിൽ അത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൂടിയിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 5 മിനിറ്റായി. ഞാനത് അങ്ങോട്ടേക്ക് മൂടി മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി പടവലം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചരച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് പോലെ തേങ്ങ ചിരവിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ എന്താ പറയുക, അടുപ്പത്തു നിന്ന് അത് അങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുളകൊക്കെ പെരക്കി വെച്ചിട്ട് പൊരിക്കാനുള്ള മീൻ അതെടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനൊന്ന് മൊത്തം ക്ലീനിങ്ങിന് പോയിട്ടുള്ളത്. അപ്പം അപ്പുറത്തന്നെ അടിച്ചു വാരി ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഈ ഒരു തട്ട് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ മറ്റുള്ള നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ ഡെയിലി തുടക്കലൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു തട്ട് എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും മാത്രമേ ഞാൻ എന്താ പറയുക പൊടിയൊക്കെ തട്ടലില്ലു. അപ്പോൾ കുറേ ആയി ഞാൻ തട്ടാത്ത. അപ്പം കുഞ്ഞുണ്ടായതുകൊണ്ട് ഇതിനൊന്നും ടൈം കിട്ടലില്ല. അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് മൊത്തമായിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കബോർഡൊന്നും ആക്കിയിട്ടില്ല. അത് ഇൻഷാല്ല പിന്നെ കബോർഡൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്ത് കിട്ടിയാലും ഫസ്റ്റ് കൊണ്ടുവയ്ക്കൽ ഈ ഒരു തട്ടിൻ്റെ മേലെയാണ്. അപ്പം ഞാൻ അധികം യൂസ് ചെയ്യാത്ത പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു തട്ടിൻ്റെ മേലെ വെക്കൽ. അപ്പം കുറച്ച് ലോഷനൊക്കെ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് തുടച്ചൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ച്. അപ്പോൾ മൊത്തമായിട്ട് തുടച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ പാത്രങ്ങളൊക്കെ ശരിക്കും ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ മൊത്തമായിട്ട് ഞാനൊന്ന് തുടച്ചു കൊടുക്കുകയെന്ന്. അപ്പം തുടച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എല്ലാ പാത്രങ്ങളും അത് കറക്റ്റായിട്ട് സെറ്റാക്കി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് കിച്ചണൊക്കെ തുടയ്ക്കുന്നു. അപ്പം റൂമൊക്കെ ഒന്ന് വിട്ടിട്ട് ഞാൻ തുടക്കില്ല. അപ്പോൾ കിച്ചൺ ഡെയിലി ഞാൻ തുടക്കൽ, 2 കിച്ചൺ ഞാൻ ഡെയിലി തുടക്കലുണ്ട്. അപ്പോൾ ഫുള്ള് അതൊക്കെ വൃത്തിയാക്കിയപ്പോൾ നിലത്തൊക്കെ മൊത്തമായിട്ട് കച്ചറി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നു. ഇപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ച് ഒന്ന് എന്തെങ്കിലും ഒരു ജ്യൂസ് ആക്കാൻ വിചാരിച്ചു. അപ്പം ഫ്രീസറിൽ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചെടുത്ത് ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ തണുത്ത പാല് 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു. അതുപോലെ സ്പെഷ്യലായിട്ട് ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പാക്കറ്റാണ്. അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടി ഞാൻ ചേർത്തിട്ട് ജ്യൂസ് അടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ജ്യൂസിന്. അതിനുശേഷം നന്നായിട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് അടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് അടിക്കുന്ന ടൈമിൽ നല്ല കട്ടിയെല്ലാം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ലൂസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഒരു ഇതിൽ ബൂസ്റ്റ് ഇട്ടിട്ട് ഈ ഒരു ജ്യൂസ് ആക്കുന്ന ടൈമിന് ക്യാരറ്റ്. അപ്പം ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അതിനുശേഷം ഞാനത് നന്നായിട്ടൊന്ന് കുടിച്ച് ഞാനപ്പം എന്താ പറയുക നല്ലൊരു ഉന്മേഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഈ കുറച്ച് വീഡിയോ ഇവിടെ അവസാനിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ഇൻഷാ അല്ലാഹ്.